ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് 3 മണ്ഡലത്തിലാണെങ്കിൽ പോലും പാലക്കാടിന് ഒരല്പം ശ്രദ്ധ കൂടുതൽ നൽകുന്നുണ്ട് സമൂഹം. അതിൻ്റെ കാരണം പാലക്കാട് നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നുപോയ ഒന്നാണ്. കൂടാതെ നിരവധി ആരോപണങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ടായിരുന്നു. വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്ത് ഇടതുപക്ഷം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പാലക്കാട് BJPക്ക് കൊടുക്കുവാനുള്ള തന്ത്രപരമായ നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് BJP വിജയിക്കുവാതിരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കോൺഗ്രസിൻ്റെതായി മാറിയിട്ടുണ്ട്. അതിൽ VD സതീഷിൻ്റെയും KC വേണുഗോപാലിൻ്റെയും ഉത്തരവാദിത്വവും ഒരല്പം കൂടുതലാണ്. K സുധാകരനും അതിൽ കൃത്യമായ പങ്കുണ്ട്. ഇവിടെ പാലക്കാട് UDF വിജയിക്കേണ്ടത് ഏറ്റവും വലിയ അനിവാര്യതയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. ഇടതുപക്ഷത്തിന് പാലക്കാട് വലിയ സ്വാധീനമുണ്ട്. 2000 തൊട്ട് ഇങ്ങോട്ടാണ് പാലക്കാട്ട് ഇടതുപക്ഷ വോട്ടുകളിൽ വലിയ വീഴ്ചയുണ്ടാകുന്നത്. BJPയെ സംബന്ധിച്ച് 2011-ലെയും 2016-ലെയും 2021-ലെയും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുപ്പിച്ച് വലിയ രീതിയിലുള്ള വോട്ട് വർധനം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിയമസഭയിലേക്ക് ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചുവരവിന് BJPയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ് പാലക്കാട്. അങ്ങനെ ഇടതുപക്ഷത്തിനും BJPക്കും UDFനുമൊക്കെ വലിയ ശ്രദ്ധയുള്ള വലിയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. അവിടുത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ, അവിടുത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ, അവിടുത്തെ നിലവിലെ സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ ആർക്ക് അനുകൂലമായ ഒരു തരംഗമാണ് അല്ലെങ്കിൽ ആര് വിജയിക്കുവാനാണ് സാധ്യത എന്ന് പരിശോധിക്കാം. 1957 രൂപീകൃതമായ നിയമസഭാ മണ്ഡലമാണ് പാലക്കാട്. 1957 മുതൽ 2021 വരെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ 11 തവണയും വിജയിച്ചത് UDF ആണ്. 5 തവണ മാത്രമാണ് LDFന് വിജയിക്കുവാൻ സാധിച്ചത്. BJPക്ക് അക്കൗണ്ട് തുറക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് സാരം. 11 തവണ വിജയിച്ച UDFനെ സംബന്ധിച്ച് പാലക്കാട് എന്നത് ഇടതുപക്ഷ കോട്ടയാണെന്ന് പറയുന്ന സാഹചര്യത്തിലാണ് 16 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഇടത്ത് 11 തവണ UDF വിജയിക്കുന്നത്. 5 തവണ മാത്രം എന്ന ചുരുങ്ങിയ എണ്ണത്തിലേക്ക് ഇടതുപക്ഷം ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്നത്. BJPയെ സംബന്ധിച്ച് BJPക്ക് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി വിജയിക്കുന്ന സമയം മുതൽ 2011-ൽ 2016-ൽ 2021-ൽ ഈ 3 തവണയും ഷാഫി പറമ്പിൽ വിജയിക്കുമ്പോൾ ആ വിജയങ്ങളിലെല്ലാം അവിടെ BJPക്ക് വോട്ട് വർധന ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 2011-ൽ രണ്ടാമത് വരുന്നു, 2016-ൽ രണ്ടാമത് വരുന്നു, 2021-ൽ രണ്ടാമത് വരുന്നു. അതായത് 4076 വോട്ടുകൾ നേടുമ്പോൾ 2011-ൽ 40,076 വോട്ടുകൾ ഷാഫി പറമ്പിൽ നേടുമ്പോൾ അന്ന് 29.09% വോട്ട് വർധനമുണ്ടാവുന്നു. അന്ന് ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് വരുന്നു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ 35.35% വോട്ടിന്റെ വർധനമുണ്ടാക്കുന്നു. ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പാലക്കാടിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2011 മുതൽ ഇടതുപക്ഷത്തിന് ഏറ്റിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചീത്തപ്പേര് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ കരിനിഴലായ ഇടതുപക്ഷത്തിന് പാലക്കാട് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2011 മുതൽ 3ാം സ്ഥാനത്തേക്ക് ഇടതുപക്ഷം തരം താഴ്ത്തപ്പെട്ടു എന്നുള്ളതാണ്. 3ാം സ്ഥാനത്തായി പോയി പാലക്കാട്ട് ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്ന ഇടതുപക്ഷം എന്നുള്ള ചീത്തപ്പേര് ഒന്നാമത്. 2, കോൺഗ്രസിനെ വിജയിപ്പിക്കേണ്ട ആവശ്യകത എന്ന രീതിയിൽ ഇടതുപക്ഷ വോട്ടുകൾ സ്വന്തം ചിഹ്നത്തിൽ കുത്താതെ BJPയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രത്യയ ശാസ്ത്രങ്ങളും ആശയങ്ങളും മറന്നുകൊണ്ട് ഇടതുപക്ഷം വോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ ചീത്തപ്പേര്. ആ 2 കാര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എത്തവണയെങ്കിലും ഇടതുപക്ഷത്തിന് വിജയിക്കണം അല്ലെങ്കിൽ ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാക്കണമെന്ന ധാരണ ഇടതുപക്ഷത്തിനുള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയനായ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന തീരുമാനമൊക്കെ സംസ്ഥാന നേതൃത്വം എടുത്തിരുന്നതുമാണ്. കൂടാതെ K ബിനുമോളിനെ പോലെയുള്ള പാലക്കാട്ടെ പ്രാദേശിക ഇടങ്ങളിൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള നേതാക്കന്മാരെയും മത്സരിപ്പിക്കണമെന്ന തീരുമാനമൊക്കെ എടുത്തിരുന്നെങ്കിൽ പോലും കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കത്തിന്റെ ഭാഗമായി കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിലേക്ക് വന്ന ഡോക്ടർ സരിനെ സ്ഥാനാർത്ഥിയാക്കാമെന്ന തീരുമാനത്തിലേക്ക് ഒടുവിൽ LDF എത്തിച്ചേരുകയായിരുന്നു. ഡോക്ടർ സരിൻ സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി കോൺഗ്രസിൽ നിന്നുള്ള ഒരു വിഭാഗം വോട്ടുകൾ LDFന് ലഭിക്കുകയും LDFന്റെ തനത് വോട്ടുകൾ LDFിലേക്ക് തന്നെ കൊണ്ടുവന്നുകൊണ്ട് ശക്തമായൊരു മുന്നേറ്റമെങ്കിലും നടത്താമെന്ന തീരുമാനത്തിലേക്കാണ് ഇടതുപക്ഷം ഇപ്പോൾ എത്തി നിൽക്കുന്നത്.
എന്നാൽ പിന്നീട് പാലക്കാട് നടന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ കോലാഹലങ്ങൾ, ട്രോളി വിവാദം അടക്കമുള്ള പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കത്തിന് സാധ്യത ഒരുക്കിയിരിക്കുകയാണ്. ഒരേ വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങൾ വരുന്നു. സ്ഥാനാർത്ഥിക്ക് ഒരു അഭിപ്രായം വരുന്നു, സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു അഭിപ്രായം വരുന്നു, കൂടാതെ ജില്ലാ സെക്രട്ടറിക്ക് മറ്റൊരു അഭിപ്രായം വരുന്നു, തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന നേതൃത്വത്തിന് മറ്റൊരു അഭിപ്രായം വരുന്നു. അങ്ങനെ ഏകീകൃതമായ അല്ലെങ്കിൽ ഏകോപനമില്ലാത്ത അഭിപ്രായങ്ങളാൽ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ വിരുദ്ധ വിചാരങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രഭയ്ക്ക് വലിയ മങ്ങൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. ഇനി ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച ബി ജെ പിക്ക് 2011 19% വോട്ട് നേടാൻ സാധിക്കുന്നു, 2016 29% വോട്ട് നേടുവാൻ സാധിക്കുന്നു. 2021 വരുമ്പോൾ ഈ ശ്രീധരൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ 35% വോട്ടിന്റെ വർധനമുണ്ടാകുന്നു. 19 നിന്ന് 29% വരുമ്പോൾ 10% വർധനമുണ്ടാകുന്നു. 29% നിന്നും 35% വരുമ്പോൾ അവിടെ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്നു. അങ്ങനെ ബി ജെ പിയെ സംബന്ധിച്ച ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്ന വോട്ട് വർധനവ് ഇക്കുറി, അതായത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പാലക്കാട്ടെ കഴിഞ്ഞ തവണത്തെ 3000 എന്ന വോട്ടിൽ മറികടന്നുകൊണ്ട് ഒരു മിന്നുന്ന വിജയം കൈവരിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ബി ജെ പിക്കുണ്ട്. ശ്രീകൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുമ്പോൾ പ്രാദേശിക ഘട്ടത്തിൽ നിന്നുള്ള പ്രാദേശിക ഘടകങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ പിടിച്ചെടുക്കുവാൻ കഴിയും. പാലക്കാടിന് സുപരിചിതമായ മുഖം എന്ന ഗുണകരമായ കാര്യങ്ങളെല്ലാം ബി ജെ പിക്കുണ്ട്. എന്നാൽ ബി ജെ പിക്കുള്ളിലെ പടലപ്പിണക്കം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു. ആ ഫ്ലെക്സ് ബോർഡ് കത്തിച്ചു കളയുന്നു. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഇടങ്ങളിലെല്ലാം മികച്ച വോട്ട് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ശോഭാ സുരേന്ദ്രൻ വിഭാഗത്തിലെ ബി ജെ പി അണികൾ മുൻപോട്ട് വരുന്നത്. എന്നാൽ കേന്ദ്ര നേതൃത്വം ശ്രീകൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അവിടെ സുരേന്ദ്രനുമായുള്ള ശോഭാ സുരേന്ദ്രൻ വിഭാഗത്തിന്റെ പടലപ്പിണക്കം അല്ലെങ്കിൽ പാർട്ടിപരമായ ചില പിണക്കങ്ങളുടെ കാരണം കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകാതെ പോയത്. അത് ഒരു തലക്കൽ നിൽക്കുന്നു. മറ്റൊരു തലക്കൽ സന്ദീപ് വാര്യർക്ക് സംസ്ഥാന നേതൃത്വവുമായുള്ള പിണക്കം, അത് വലിയൊരു ചർച്ചാ വിഷയമാകുന്നു. അങ്ങനെ ബി ജെ പിക്കുള്ളിൽ ഒരു ഒത്തൊരുമയില്ല എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ നീണ്ടുപോവുകയാണ്. ഇവിടെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകുമ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ പിണക്കങ്ങൾ ഉണ്ടാകുന്നു. ഏത്തങ്കപ്പനടക്കമുള്ളവർക്ക് വലിയ വിദ്വേഷമുണ്ടാകുന്നു. എന്നാൽ പിന്നീട് പാർട്ടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിന്റെ പുറത്ത് ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ KPCC അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കന്മാർ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നു. കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാർ എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന് AK ബാലൻ അടക്കമുള്ളവർ ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് കെ മുരളീധരൻ എത്തുന്നു. കെ മുരളീധരൻ ഹാസ്യാത്മകപരമായി ഇടതുപക്ഷത്തെയും സർക്കാരിനെയും ഒക്കെ വിമർശിക്കുന്നു. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾ അവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിനുള്ളിലെ പിണക്കങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറുന്നു. അവരൊറ്റക്കെട്ടായി ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അങ്ങനെ വരുമ്പോൾ UDF കുറച്ചുകൂടി മേൽക്കൈ ഉണ്ട് എന്ന തരത്തിലേക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും മണ്ഡലത്തിൽ UDF മേൽക്കൈ ഉണ്ട് എന്ന് തന്നെയാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പാലക്കാട് നഗരസഭ വരുന്നു, മാത്തൂർ പഞ്ചായത്ത് വരുന്നു, കണ്ണാടി പഞ്ചായത്ത് വരുന്നു, പിരിയാരി പഞ്ചായത്ത് വരുന്നു. അങ്ങനെ 3 പഞ്ചായത്തുകളും ഒരു നഗരസഭയും ചേരുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പാലക്കാട് നഗരസഭ മാത്രമാണ് BJP അടക്കി ഭരിക്കുന്നത്, അല്ലെങ്കിൽ BJPക്ക് മുൻകൈയുള്ളത്. എന്നാൽ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ അവിടെ ഷാഫി പറമ്പിലിന് കൃത്യമായ ഭൂരിപക്ഷം നേടുവാൻ സാധിച്ചിട്ടുണ്ട്. UDF മേൽക്കൈയുള്ള പഞ്ചായത്തുകൾ അവിടെ അധികമാണ്. BJPക്ക് 3 പഞ്ചായത്തുകളിലും കൃത്യമായ സ്വാധീനമില്ല എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നഗരസഭയിൽ മാത്രം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6000 വോട്ടിന്റെ വ്യത്യാസമാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ളത്. പിരിയാരി പഞ്ചായത്തിലേക്ക് വരുമ്പോൾ BJP 2ാം സ്ഥാനത്താണ്, UDF 1ാം സ്ഥാനത്താണ്. UDF അവിടെ 6000-ൽ പരം വോട്ടിന്റെ ലീഡ് പിരിയാരി പഞ്ചായത്തിൽ നേടുന്നുണ്ട്. മാത്തൂർ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 32 വോട്ടിന്റെ മാത്രം വ്യത്യാസമാണ് ഇടതുപക്ഷവും UDF-ഉം തമ്മിലുള്ളത്. കണ്ണാടി പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 113 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് UDF-ഉം LDF-ഉം തമ്മിലുള്ളത്. ഈ 2 പഞ്ചായത്തുകളിലും കണ്ണാടിയിലും മാത്തൂരിലും ഈ 2 പഞ്ചായത്തുകളും BJP ബഹുദൂരം പിന്നിലാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ നിലവിലത്തെ സ്ഥിതിഗതികൾ കൂടി പരിശോധിക്കുമ്പോൾ, അതായത് ട്രോളി വിവാദത്തിൽ BJP-യും CPM-ഉം ഒത്തുകളിക്കുന്നു എന്നുള്ളത് അണികൾക്കിടയിൽ, പ്രവർത്തകർക്കിടയിൽ വലിയ വിദ്വേഷമുണ്ടാക്കുന്നു. പത്തനംതിട്ടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് സർക്കാർ വിരുദ്ധ വികാരം പാർട്ടി അണികൾക്കുള്ളിൽ കത്തിജ്വലിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു അടയാളമായി കാണുന്നു. BJP-യിലേക്ക് വരുമ്പോൾ പടലപ്പിണക്കങ്ങൾ ചർച്ചയാകുന്നു. കേന്ദ്ര നേതൃത്വം പാലക്കാട്ടേക്ക് എത്താത്തത് ചർച്ചയാകുന്നു. രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും നേതൃത്വം നൽകിക്കൊണ്ട് VK ശ്രീകണ്ഠൻ, രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ അടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരും യുവ നേതാക്കന്മാരുമെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ചില ദോഷവശങ്ങൾ മാറ്റി നിർത്തിയാൽ മുൻഗണന അല്ലെങ്കിൽ വിജയ സാധ്യത ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനാണ് എന്നാണ് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്, കൂടാതെ ചരിത്രം വ്യക്തമാക്കുന്നതും കണക്കുകൾ പ്രകടമാക്കുന്നതും.